ഇത്രയും വലിയ ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്, അതിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തു വെക്കേണ്ടേ? വളരെ കൊട്ടിക്കൊഴിച്ച് ഹൈടെക് ശൗചാലയം എന്ന് പറഞ്ഞ വർക്കല പാവനാശം തീരത്ത് മുനിസിപ്പാലിറ്റിയുടെ ഇതിൽ ശൗചാലയം നിർമ്മിച്ചു. ഈ വരുന്ന ജനങ്ങൾ എവിടെ പോയി ഒന്ന് മൂത്രമൊഴിക്കാൻ? ഈ വർക്കലയ്ക്ക് വേണ്ടി ഒന്ന് കണ്ണ് തുറക്കണം. അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ വർക്കല പാപനാശം തീരത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധം കടുക്കുന്നു. അത്യാവശ്യം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പാപനാശം തീരത്ത് ഒരുക്കിയിട്ടില്ല എന്നും ഇത് സഞ്ചാരികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്നും പ്രതിഷേധക്കാർ പറയുന്നു. തീരം മോടി പിടിപ്പിക്കുന്നതിനോ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനോ വേണ്ടിയുള്ള ഒരു പദ്ധതിയും വർക്കലയിൽ നടപ്പിലാക്കാൻ അധികൃതർ ഇതുവരെയും ശ്രമം നടത്തിയിട്ടില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. പാപനാശം തീരത്തിനോട് ചേർന്ന കാൽനട യാത്രക്കാർക്ക് നിർമ്മിച്ച നടപ്പാത ഇളകി അപകടാവസ്ഥയിലായിട്ടും കാലങ്ങൾ പിന്നിട്ടു. പ്രകൃതി രമണീയമായ തീരവും മനോഹരമായ ക്ലിഫും കാണാൻ ദിനംപ്രതി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് തീരത്തെത്തുന്നത്. വിദേശികളായാലും സ്വദേശികളായാലും വന്ന് മറിയുന്നു. എത്ര രൂപ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു ശതമാനം വിദേശികൾ. അപ്പൊ നമ്മൾ അത് നല്ല രീതിയിലൊന്ന് കൈകാര്യം ചെയ്ത് വെക്കണ്ടേ? കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും ഒന്ന് കണ്ണു തുറന്ന് ഇതിന് വേണ്ടുന്നത് ചെയ്യണം. പാപനാശത്തിന്റെ അവിടെ നിന്ന് അങ്ങേയറ്റം വരെ ഒരാൾ മരിക്കുക എന്തെങ്കിലും ചെയ്താൽ ഇമ്മീഡിയറ്റ് പോലീസിന് ആക്സസ് ചെയ്യാനുള്ള ഒരു സ്ഥലമില്ല. അതിനൊരു വണ്ടി അത്യാവശ്യം പോലീസിന്റെ വണ്ടിയെങ്കിലും ഓടി അങ്ങ് എത്തത്തക്ക രീതിയിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. എത്ര പേര് ഇവിടെ മരിക്കുന്നു? കേന്ദ്രമന്ത്രി വന്നു, മറ്റു എല്ലാരും വന്നിട്ട് ഇപ്പൊ എല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ആരും കണ്ണു തുറന്നു. ഇതെന്താ ഈ വർക്കലയ്ക്ക് ഇത്രയ്ക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ? മാത്രമല്ല സഞ്ചാരികൾക്ക് വിശ്രമിക്കാനോ ഇരിക്കാനോ ഉള്ള ഇരിപ്പിടം പോലും സ്ഥാപിക്കാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇതുവരെയും പദ്ധതികളൊന്നും ആവിഷ്കരിച്ചിട്ടില്ല. തീരത്തിനോട് ചേർന്ന് ബലിതർപ്പണം നടത്തുന്ന തന്ത്രിമാർ ടാർപോളിനും മുഷിഞ്ഞ തുണികളും കൊണ്ട് ഷെഡുകൾ നിർമ്മിച്ചത് തീരത്തിന്റെ ഭംഗി നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതായും ഇവിടെ എത്തുന്നവർ പറയുന്നുണ്ട്. നമ്മൾ ആ പാപനാശത്തെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും കൂടാരവും വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്ത്രിമാരുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സംഭവം. നല്ല വൃത്തിയായ രീതിയിൽ ഉണ്ടാക്കി വെക്കാം. അതിന് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടാകണം. അതുപോലെ നടപ്പാത ആളുകൾ നടന്നു പോകാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഒന്ന് വരുന്ന ഒരു പ്രായമുള്ളവർക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശ്രമിക്കാൻ പോലും ഒരു ബെഞ്ചോ എന്തെങ്കിലും കൊണ്ട് ഈ വരുന്നവർക്കൊന്ന് മൂത്രമൊഴിക്കാനെങ്കിലും ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? ഇത് എത്ര വർഷങ്ങളായി നിലനിൽക്കുന്നതാണ് ഈ വർക്കല ടൂറിസം. സമീപത്ത് പുതുതായി നിർമ്മാണം നടത്തിയ ഹൈടെക് ശൗചാലയത്തിന്റെ അശാസ്ത്രീയമായുള്ള നിർമ്മാണം മൂലം സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്ന സ്ഥിതിയും നിലവിലുണ്ട്. ഇതിന്റെ ദുർഗന്ധവും ഇവിടെ എത്തുന്ന സഞ്ചാരികളെ വലയ്ക്കുന്നു. ഇതിന് നഗരസഭയ്ക്ക് എന്തുകൊണ്ട് നടപടിയെടുത്തുകൂടാ? വിനോദസഞ്ചാരികൾ വരുന്ന മേഖലയിൽ വളരെ വൃത്തിയായി അവർ മറ്റുള്ള സ്ഥലങ്ങളിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ പോയി നോക്കണം. ഇത്രയും ഭംഗികളായി ഇത്രയും വൃത്തികെട്ട രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ടൂറിസം വർക്കല മാത്രമേ ഉള്ളൂ. അതിനേക്കാളും ഉപരി വളരെ കൊട്ടിക്കൊഴിച്ച് ഹൈടെക് ശൗചാലയം എന്ന് പറഞ്ഞ വർക്കല പാവനാശം തീരത്ത് മുനിസിപ്പാലിറ്റിയുടെ ഇതിൽ ശൗചാലയം നിർമ്മിച്ചത്. എന്നാൽ ഇന്നത് പൊട്ടി ഒലിച്ച് വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഇതിന് ടൂറിസം ഡിപ്പാർട്ട്മെന്റും വർക്കല നഗരസഭയും ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ്. കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ചേർന്ന് ടൂറിസം മേഖല സന്ദർശിച്ച ശേഷം വികസനത്തിനായി നിരവധി വാഗ്ദാനങ്ങളാണ് പുറപ്പെടുവിച്ചത്. എന്നാൽ പദ്ധതികൾ നടപ്പിലാക്കാൻ നാളിതുവരെയായിട്ടും ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. പാപനാശം വിനോദസഞ്ചാര മേഖലയോടുള്ള അവഗണന അവസാനിപ്പിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. വിസ്മയ ന്യൂസ്, വർക്കല.